മറ്റൊരിക്കൽ സൂറത്ത് തൗബയിൽ കാണാം, യാ അയ്യുഹൻ നബിയ്യു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം, പ്രവാചകരെ താങ്കൾ ജിഹാദ് ചെയ്യണം. ആരോടൊക്കെ? അവിശ്വാസികളോടും കപട വിശ്വാസികളോടും. വഗ്ലുദ് അലൈഹിം, പരുഷമായി പെരുമാറും വേണം എന്ന് പറയുന്നുണ്ട്. എല്ലാവരോടുമല്ല, ശത്രുതയിൽ കാണിക്കുന്നവരോട്. നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങളെപ്പറ്റി പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. നബി മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്, ജൂതന്മാരുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അതൊക്കെ. കപടന്മാരായ ആളുകൾ മക്കയിൽ മദീനയിൽ ജീവിച്ചത് പുറമേക്ക് നബിയുടെ സഹാബികളെ പോലെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ പോലെയാണ്. ആ ആളുകളും നബിയും തമ്മിൽ പരസ്യമായ ഒരു യുദ്ധം നടന്നത് എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല, സംഭവിച്ചിട്ടേ ഇല്ല. പിന്നെ ഈ ആയത്തിൻ്റെ അർത്ഥം എന്താ? രണ്ടും ഒരുപോലെ പറഞ്ഞു. അവിശ്വാസികളോടും ജിഹാദ് നടത്തണം, മുനാഫിക്കുകളോടും ജിഹാദ് നടത്തണം. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? രണ്ടും രണ്ട് ജിഹാദാണ് എന്ന് ഓർമ്മിക്കാനാണ്. അവിശ്വാസികളോടുള്ള ജിഹാദ് ആയുധം എടുത്തുകൊണ്ടാണ്. മുനാഫിക്കുകളുടെ ജിഹാദ് എന്താണെന്നറിയോ? അവരെല്ലാ കള്ളത്തരങ്ങളും വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ടാണ്. അവരെന്തൊക്കെ അവകാശപ്പെട്ടോ ഒക്കെ കള്ളി വെളിച്ചത്താക്കി, ഒന്നും അല്ലാണ്ടാക്കി, ആ നാട്ടിലൊരു വിലയില്ലാതാക്കി, അവരെ ശക്തിയും പൊളിച്ചു, സംഘടിത സ്വാധീനവും പൊളിച്ചു, എല്ലാം പൊളിച്ചിട്ടുണ്ട് എരപ്പാക്കി കളഞ്ഞു അവരെ കൊണ്ട്. അതാണ് അവരോട് നടത്തേണ്ട ജിഹാദ്. അത് ജിഹാദാ? അത് ജിഹാദാണെന്നാണ് ഖുർആൻ പറയുന്നത്. അത് ജിഹാദാണ്. ഒരു സമൂഹം, കപടന്മാരെ പോലെയുള്ള ചില വിഭാഗം ആളുകൾ മുസ്ലിങ്ങളോട് ശത്രുത കാണിച്ചുകൊണ്ട് വല്ലാണ്ട് കിടന്ന് പൊരിയുമ്പോൾ അവർക്ക് നേരെ ഒരു ആയുധമെടുത്ത് ജിഹാദിനെ വേണമെന്ന് പറഞ്ഞില്ല. അവരെ ഉള്ളുകള്ളികൾ പൊളിച്ചത്ത് കൊണ്ടുവന്ന് അവിടുത്തെ സ്വാധീനവും സംഘടന ശക്തിയും തകർക്കാൻ സാധിച്ചാൽ അത് ജിഹാദായി പറഞ്ഞു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശബ്ദം ഒന്ന് കൂട്ടി, എനിക്ക് പേടിയുണ്ട് ഇതിനെപ്പറ്റി. അഫ്ദലുൽ ജിഹാദ് കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഒരു അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം തുറന്നു പറയലാണ്. മറക്കാതെ മനസ്സിൽ എഴുതി വെക്കാവുന്നൊരു വാചകമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്താണ്? അക്രമവും അനീതിയും ചെയ്യുന്ന ഒരു അധികാരിയുടെ മുന്നിൽ ന്യായവും സത്യത്തിനും വേണ്ടി വാദിക്കുക. അതിന് ഇത്തിരി കെൽപ്പൊന്നും പോരാ, നല്ല കെൽപ്പ് വേണം. അതിന് പറഞ്ഞിരിക്കുന്ന പ്രയോഗം ജിഹാദാണത് എന്നാണ്. മനസ്സിലായില്ല? ഒരു സാധാ മുദീറാന്ന് വിചാരിക്കുക, ഒരു മന്ത്രിയാണെന്ന് വിചാരിക്കുക, ഒരു നാട്ടുമൂപ്പനാന്ന് വിചാരിക്കുക, അതിക്രമിയായി പ്രവർത്തിക്കുന്ന അധികാരസ്ഥനായ ഒരാൾ, അയാളെ മുന്നിൽ അനീതിക്കെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ജിഹാദാണിടോ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ അവസാന കാലഘട്ടമാകുമ്പോൾ ഈ സമുദായത്തിൽ വരുന്ന മാറ്റത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനാണെന്ന് വിചാരിച്ച ആളുകൾ ചെയ്യും. സ്വന്തം ജീവിതത്തിൽ പകർത്താൻ കഴിയാത്ത കാര്യങ്ങൾ ദീനെന്ന മട്ടിൽ ആളുകളോട് ഉപദേശിക്കുന്ന കാലഘട്ടം വരും. എന്നിട്ട് അവിടെ ഉപയോഗിച്ചൊരു ഹദീസ് നിങ്ങൾക്കറിയാം, ഫമൻ ജാഹദവും ബിയദിഹി ഫഹു മുഅ്മിൻ ബിലിസാനിഹി ഫഹു മുഅ്മിൻ വബിഖൽബിഹി ഫഹു മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനാണെന്ന മട്ടിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ എന്ത് ചെയ്യണമെന്നാണ് നമ്മളോട് നിർദ്ദേശം? ജിഹാദ് ചെയ്യണോ? എങ്ങനെ? കൈകൊണ്ട്, സാധിക്കാത്തവർ നാവുകൊണ്ട്, സാധിക്കാത്തവർ മനസ്സുകൊണ്ട്. ബിദ്അത്തുകളെയും അന്ധവിശ്വാസങ്ങളെയും ഖുറാഫാത്തുകളെയും ശിർക്കിയാത്തുകളെയും ഒക്കെ എതിർക്കുക, പ്രതിരോധിക്കുക എന്ന് പറയുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന ഭംഗിയായ വിശേഷണം അത് ജിഹാദാണെന്നാണ്. എന്താ ഈ വിഷയം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചാൽ നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കേണ്ടത്? ജിഹാദ് എന്ന പദത്തിൻ്റെ ഏറ്റവും പരമമായ രീതി, ഏറ്റവും ഉയർന്ന രീതി ആയുധമെടുത്തുകൊണ്ട് ശത്രുക്കളോട് ഏറ്റുമുട്ടുക എന്നത് തന്നെയാണ്. പക്ഷെ തെറ്റിദ്ധരിക്കരുത്, അത് മാത്രമേ ജിഹാദുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് മാത്രമേ ജിഹാദുള്ളൂ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ഓരോന്നിനും അതിൻ്റേതായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. അത് വേണ്ട സമയത്ത് അത് ചെയ്യണം. അതില്ലാത്തപ്പോൾ ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കരുത്. എപ്പോഴും ചെയ്യാമല്ലോ വിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ജിഹാദ്, എപ്പോഴും ചെയ്യാമല്ലോ നീതിക്ക് വേണ്ടി വാദിക്കൽ. ചിലപ്പോൾ നിങ്ങൾ ആയുധമെടുത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുക അവരുടെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും. അതായിക്കോട്ടെ, അതും ജിഹാദാണല്ലോ. ബിദ്അത്തുകളും അന്ധവിശ്വാസികളും പെരുകുന്നൊരു സമൂഹത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ജിഹാദ് നടത്തണം, അതിനെതിരെ പടവെട്ടണം നിങ്ങൾ, അതും ജിഹാദായി മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ മുജാഹിദുകളാണെന്ന് സമാധാനിച്ചോളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതും വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. മൂന്നാമത് എനിക്ക് പറഞ്ഞു തരാൻ ഓർമ്മിപ്പിക്കാൻ തോന്നുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാര്യം നിർദ്ദേശിച്ചാൽ വെറുതെ അതങ്ങനെ ഒഴുക്കം മട്ടിൽ അങ്ങനെ പറഞ്ഞു വെക്കലല്ല, ബാക്കി നിങ്ങളയക്കോ എന്ന് പറയലല്ല. അതിൻ്റെ ചില നിബന്ധനകൾ, ചുറ്റുവട്ടങ്ങൾ, മര്യാദകൾ ഒക്കെ പറയാറുണ്ട്.
നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ പടച്ച തമ്പുരാൻ തോന്നുമ്പോഴൊക്കെ ചൊല്ലിയാക്കാനല്ലല്ലോ പറഞ്ഞത്. ഇത്ര സമയത്ത് നിസ്കരിക്കണം, ഇന്ന വിധത്തിൽ നിസ്കരിക്കണം ഒക്കെ പറഞ്ഞു. നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ അങ്ങനെയാണ്. കുടുംബജീവിതം നയിക്കാൻ പഠിപ്പിച്ചെന്ന അള്ളാഹും റസൂലും ആ കുടുംബജീവിതത്തിൻ്റെ മര്യാദകളും ചുറ്റുവട്ടങ്ങളും പഠിപ്പിച്ചു തന്നു. ഇത് മറക്കുന്ന എന്താ? നമ്മൾ ജിഹാദ് ചെയ്യാൻ പറഞ്ഞ പടച്ച തമ്പുരാൻ ആ ജിഹാദിന് ചില ഉപാധികൾ പറഞ്ഞു, ചില നിബന്ധനകൾ പറഞ്ഞു, ചില മര്യാദകൾ പറഞ്ഞു. ആ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കണം. അപ്പോഴേ ജിഹാദാവുള്ളൂ. ഞാൻ പറഞ്ഞ തുള്ളിക്കളിച്ചിട്ട് നിസ്കാരമാണെന്ന് നിസ്കാരമാവുമോ? ചില കാര്യത്തിൽ നാം വളരെ നിഷ്കർഷയില്ല. അള്ള പറഞ്ഞ പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തന്നെ വേറെ ചില കാര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ അങ്ങനത്തെ യാതൊരു നിയന്ത്രണവുമില്ല. പലരും പലരുടെ ഭാവനക്കനുസരിച്ചാണെന്ന് തോന്നിപ്പോന്നു. ഉണ്ടായിക്കൂടാ. നമുക്ക് രക്ഷപ്പെടണം, ആഖിറത്തിൽ വിജയിക്കണം. നമുക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ കുറ്റക്കാരാവരുത്. എങ്കിലെന്താണ് അള്ളാഹു ജിഹാദിന് പറഞ്ഞിരിക്കുന്ന നിബന്ധന? എന്തിനാ പഠിക്കണമെന്നറിയോ? ആ നിബന്ധനകൾ ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും ജിഹാദിന് പുറപ്പെടണം. ഇപ്പോൾ ഏത് യഥാർത്ഥത്തിലുള്ള ആയുധമെടുത്ത ജിഹാദിന് അതിൻ്റെ നിബന്ധനകൾ പൂർണ്ണമായാൽ അപ്പോൾ തുടങ്ങണം. പരിശോധിച്ച് നോക്കുക നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്. ജിഹാദിന് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ഒരു നിബന്ധന, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം വളരെ ക്ലിയർ ആയിരിക്കണം. എന്താണത്? പടച്ചവൻ്റെ കെലിമത്ത് ഉയർത്താൻ വേണ്ടിയുള്ളതാണെങ്കിൽ മാത്രമേ അതിനെ ജിഹാദ് എന്ന് വിളിച്ച് പ്രശംസിക്കാൻ പറ്റുകയുള്ളൂ. ഒരു സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഒരാൾ ജിഹാദ് ചെയ്യുന്നു, യുദ്ധം ചെയ്യുന്നു, അയാളുടെ ധീരത പ്രദർശിപ്പിക്കാൻ വേണ്ടി. മറ്റൊരാൾ യുദ്ധം ചെയ്യുന്നു ദുരഭിമാനത്തിൻ്റെ പേരിൽ, ഞങ്ങളെ ഗോത്രക്കാരോടും നാട്ടുകാരോടും കളിച്ചാൽ ഇങ്ങനെ ഉണ്ടാവുകടാ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. വേറൊരാൾ യുദ്ധം ചെയ്യുന്നു നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി. ഇതിലേതാ പ്രവാചകരെ പടച്ചോൻ്റെ പക്കൽ കബൂലാക്കുക? ഇതാണ് ചോദ്യം. ധീരത, ആളെ കാണിക്കാൻ, ദുരഭിമാനം. ഇവിടെ എവിടെയും തൊടാത്തൊരു മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ ഫഹുവ ഫീ സബീലില്ലാഹ്. ഒരാൾ യുദ്ധം ചെയ്യുന്നത്, ജിഹാദ് ചെയ്യുന്നത് പടച്ചവൻ്റെ വചനം ഉയരാൻ വേണ്ടിയാണെങ്കിൽ അത് മാത്രമേ അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദായി കണക്കാക്കൂ. അർത്ഥം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ആശയം. താൻ നടത്തുന്ന ജിഹാദ്, താൻ സഹകരിക്കുന്ന ജിഹാദ്, താൻ പണം മുടക്കുന്ന ജിഹാദ് കൊണ്ട് നേടാനാവുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അള്ളാഹുവിൻ്റെ വചനമുണ്ടല്ലോ, അള്ളാഹനെ മാത്രമേ ആരാധിച്ചുകൂടൂ എന്ന ദൗത്യം, ആ സന്ദേശം, അത് നിലനിൽക്കാനും പ്രചരിക്കാനും അതിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഉപകരിക്കുന്നുവെങ്കിൽ മാത്രമേ അതിനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദായിട്ട് കണക്കാക്കുള്ളൂ. അല്ലാത്തതിന് അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദായിട്ട് നിങ്ങൾ പറയേണ്ടതില്ല. വലിയൊരു തത്വമാണ്, വലിയൊരു പാഠാണ്. എന്താ നിങ്ങൾ ഇത്രമാത്രം ഗൗരവത്തോടെ പറയാനെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണോ? ഞാൻ പറയാം. മുസ്ലിങ്ങളും അന്യമതസ്ഥരുമായ ആളുകൾ ഇടപഴകി കഴിയേണ്ടി വരുന്ന ചുറ്റുപാടുകളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ അല്ലാതെ മുസ്ലിങ്ങൾ ദ്രോഹിക്കപ്പെട്ടേക്കാം. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഒരു കുടുംബത്തിൻ്റെയോ പേരിൽ വന്ന അവരെടുത്ത് കാണുന്ന ഒരു തെറ്റ്, ഒരു തിന്മ, അവർ ചെയ്തൊരു അന്യായം, അത് തിരിച്ചടിക്കുമ്പോൾ ഇതോ ജിഹാദിന് സമയമായി എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ ദുഃഖകരമായൊരു സംഭവമുണ്ട്. ഹിജ്റ 656 അബ്ബാസിയ ഖിലാഫത്ത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് നാമാവശേഷമായ ഒരു സംഭവം പലരുടെയും മനസ്സിൽ പച്ചയായി നിൽക്കുന്നുണ്ടാവും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാ? ഇതിനെക്കുറിച്ചുള്ള അജ്ഞതയൊന്നും ഉണ്ടാകും. നമ്മളിത് അറിയാത്തവരാവരുത്. ഇത് ഇസ്ലാമിൻ്റെ ചരിത്രം. ആരാണ് ഈ ബഗ്ദാദ് നശിപ്പിച്ചതെന്ന് തകർത്തത്? മംഗോളിയക്കാരാണ്. മംഗോളിയക്കാർ എവിടുന്നാണ് വരുന്നത് നിങ്ങൾക്കറിയാം. ചൈനയുടെ വടക്ക് വശത്താണവർ. ബുഖാറയും സമർഖന്തും അടക്കമുള്ള എല്ലാ ഇസ്ലാമിക നഗരങ്ങളും നശിപ്പിച്ച് കൂട്ടക്കൊല നടത്തി വന്ന് അവരൊന്നായിട്ട് തകർത്തുകൊണ്ട് വന്ന് ബഗ്ദാദ് നശിപ്പിച്ചൊരു ഖിലാഫത്തും അതിൻ്റെ ആസ്ഥാനവും നാമാവശേഷാക്കിയവർ. ഇതിൻ്റെ ഹേതു എന്താണെന്നറിയോ നിങ്ങൾ? ഇതിനിവർ പ്രകോപിപ്പിച്ചത് എന്താണ്? മംഗോളിയൻസിനെ. മംഗോളിയക്കാർ താമസിക്കുന്നതിൻ്റെ അരികത്ത് ഖവാറിസം എന്ന് പറയുന്ന ഏരിയ മുസ്ലിങ്ങളുടെ ഒരു ഏരിയയാണ്. ആ ഭാഗത്തൊക്കെ ചൈന പൂർണ്ണമായ ഇസ്ലാമിക രാജ്യമായിട്ടില്ലെങ്കിലും ചൈനയുടെ മിക്ക പ്രദേശങ്ങളും ഇസ്ലാമിക സ്വാധീനത്തിലുണ്ടായിരുന്നു പഴയ കാലത്ത്.